അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസം ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയാണ് നമ്മൾ ഇന്ന് നേരെ ചെല്ലുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാമോജി ഫിലിം സിറ്റിനുള്ളിൽ തന്നെയാണ് നമ്മൾ ചിലവഴിക്കാൻ നോക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ടിക്കറ്റുകളുണ്ട്. അതായത് ഒന്ന് 1500 രൂപ കൊടുത്തിട്ട് നമുക്ക് ഗൈഡൊന്നും ഇല്ലാതെ സാധാ ഒരു ബസ്സിൽ പോയിട്ട് ചെയ്യാവുന്ന ഒരു ടൂറും, 3000 പ്ലസ് ടാക്സ് കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ ഗൈഡും കാര്യങ്ങളും എല്ലാം വെച്ച് ഉച്ചയ്ക്കുള്ള ലഞ്ചും എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഒരു AC ബസ്സിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാം. ഞങ്ങൾ 3 പേരും സെലക്ട് ചെയ്തത് 3000 രൂപ വെച്ചിട്ടുള്ളതായിരുന്നു. ടോട്ടൽ ഒരു 10000 രൂപേൻ്റെ മേലെ വന്നെങ്കിലും നല്ലൊരു രസമുള്ളൊരു യാത്രയായിരുന്നു. കാരണം AC ബസ്സിൽ വിത്ത് ഗൈഡൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ യാത്ര. അങ്ങനെ ഞങ്ങളിപ്പോൾ ആ ബസ്സിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഒരു 1000 ഏക്കറോളം വിസ്തൃതം, ഇത്രയും വലിപ്പമുള്ള ഒരു സ്ഥലമാണ്. എല്ലാം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടും മറ്റുമായിട്ട് അവിടെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 1000 ഏക്കർ സ്ഥലം. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അതായത് ഹോട്ടൽസ് ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഫുഡ് കോർട്ട്, ഭക്ഷണം കഴിക്കാനുള്ളത് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഓരോ സിനിമകൾക്കും മറ്റതിനു വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പല രാജകൊട്ടാരങ്ങളുടെയും മറ്റുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഇവിടെ ഒരു സ്റ്റോപ്പിലേക്ക് എത്തും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ജനങ്ങളാണ് ഇത് വന്ന് കാണാൻ. ഒരു ഫേമസ് ആയുള്ളൊരു സ്ഥലമാണ് രാമോജി ഫിലിം സിറ്റി. നിരവധി മലയാളം പടങ്ങളും നിരവധി തമിഴ്, ഹിന്ദി, തെലുങ്ക്, എല്ലാ കന്നഡ ഒക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു രാജകൊട്ടാരം പോലെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഉള്ളിൽ ആ രീതിയിലുള്ള ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ. ഈ ബാക്കിൽ കാണുന്ന ബസ്സാണ് ഞാൻ പറഞ്ഞ 1500 രൂപ ടിക്കറ്റ് എടുത്താൽ വരുന്ന ബസ്. ഇത് നമ്മുടെ ഡർട്ടി പിക്ചർ എന്ന പടത്തിൽ ഊലാല എന്നുള്ള പാട്ട് അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇതെല്ലാം. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. മലയാളത്തിലെ ഉദയനാണ് താരം, അമർപർ അന്തോണിൻ്റെ ഒരു പാട്ട്, അങ്ങനെ പല സിനിമകളും മലയാളത്തിൻ്റെയും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിൽ പോകുമ്പോൾ ഗൈഡ് ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. సో రాజా సినిమా మల్లెలవాన సాంగ్ లో చూడొచ్చు అన్నమాట. ప్లేస్ లొకేషన్స్ ఇది. దెన్ అగైన్ లెఫ్ట్ సైడ్ టాప్ మీద దేకే చాలా సుందర సాంగ్ షూట్ చేశారు అన్నమాట. దెన్ అగైన్ మలయాళం మూవీ కున్యాలి మరకర్, ఇన్ దట్ మూవీ ఆల్సో కెన్ సీ దిస్ ప్లేస్ ఏరియా లొకేషన్. దెన్ అగైన్ హిందీ మూవీ అయ్యా, రాణి ముఖర్జీ మేడం అండ్ పృథ్వీరాజ్ సార్, మలయాళం యాక్టర్. సో డ్రీమ్ ఆన్ వేకప్ ఆన్ క్రిటికల్ కండిషన్స్ ఆఫ్ 5 different poses are there. There are 5 different poses are there in this garden. These are all from Indian classical dance, Bharatanatyam poses are there. So this place is called Devayani Nartaki Mani Garden. Then again the left, the garden. जो location दिख रहा है ना triangle, जन्नी heroine car पंचर होता है, पंचर करवाते हैं. Elevations of Ramoji Film City, major attractions of North Indian cities is जगह locations पर. You can see the white color structure there. So that place is called Gurudwara Temple. व्हाइट लगाया तो गुरुद्वारा, गोल्ड पेंट लगे पूरा थे वाला स्टेप मार्केट में, और सिंहपुर इधर ही शूट हुआ था लोकेशन पे. देन अगेन मलयालम कुन्याली मरकर मार्केट फाइटिंग सीन्स एरिया. छावा मूवी देखे आप लोग? छावा में देख सकते हैं एंटायर एरिया को फाइटिंग सीन्स, स्टार्टिंग मूवी पैन इंडिया मूवी. लकी भास्कर आल्सो कैन बी सीन इन दिस लोकेशन, एंटायर एरिया लोकेशन. देन अगेन सिंघम again Hindi movie sir. So in that movie also you can see. Then again left side masjid, अगर इसको white किया तो ताजमहल भी बन जाता location. So from Agra to Amritsar just 2 minutes walkable distance. That's a specialty of this location. So कहते हैं flexible houses complex area कहते हैं. So these places are called flexible houses complex area. So అత్తారింటి దారిలో సునంద నిలయం తెలుగు మూవీ. సెకండ్ బిల్డింగ్ బ్రౌన్ టాప్ దిల్వాలా మూవీ కాజల్ జీ కా బల్గేరియన్ హౌస్. The last green color building Tamil movie Vishwasam Nayanthara's house area.
So इधर देख I've seen right the title song Pushpa song glass पकड़ के डालते हैं step in this area only you can see this place. Then again Telugu Laila movie చూసారండి Laila. So in Laila also you can see this place area. So then again many movies are there. About 6 సినిమాలు కూడా ఉంటాయి place మొత్తం కూడా area setup. So these are all called South Indian elevations. So మొత్తం కూడా Mandwa house and Chandramukhi Gunashekhar master house. Level. So this is the reality. This is the village setup locations. So even in the Bahubali 1 and 2, you can see this place. So reclaim reality, right? These buildings are called big shooting floor. Then again, the corporate buildings of Ramoji Group of companies. So entire area is like ETV, Bharat, Usha Kiran Movies Private Limited, Ramoji Gandhi, Silpura, idhar shooting location. Then again, Vishwasam airport scenes, fighting scenes. Then again, Aru. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഷോ കഴിഞ്ഞാൽ ബസ് വേറൊരു സ്ഥലത്ത് വരും, അവിടേക്ക് നമ്മൾ പോകണം. ഇവിടെ കാണാൻ പോകുന്നത് അവതാർ പോലുള്ളൊരു പടത്തിൻ്റെ എങ്ങനെയാണ് ഷൂട്ടിംഗ് നടത്തുന്നത്, അതിൻ്റെ ആനിമേഷൻ സാധനങ്ങളൊക്കെയാണ്. ചില്ലിക്കൂട്ടിൻ്റെ ഉള്ളിൽ കുറേ സൂപ്പർ താരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചയാണ് ഈ ഷോ. അതായത് ആ ലേഡിയുടെ ദേഹത്ത് നിങ്ങൾക്ക് കാണാം ചില ബൾബ് പോലെ ഒരു സാധനം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഒരു കറുത്ത ഡ്രസ്സുമാണ്. അവരാ കാണിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ക്രീനിൽ അവതാറിൻ്റെ ആ രൂപം കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഒരു ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ലണ്ടൻ്റെ അടുത്ത് നിന്ന്, അതായത് ലണ്ടനിലെത്തി ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആ ക്യാമറേൻ്റെ ഇത് നമുക്ക് ആ സ്ക്രീനിൽ കാണാനും പറ്റും. ഇങ്ങനെ ഒരു രൂപം, അതിൻ്റെ പിന്നിൽ ശരിക്കും അമേരിക്ക അല്ലെങ്കിൽ ലണ്ടൻ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് നിന്നുകൊണ്ട് ഒരു കാഴ്ച കാണാം. ഇതെല്ലാമാണ് സിനിമയുടെ മാജിക് ഇവർ പറയുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയുള്ള കാഴ്ച ഇതാണ്. ഇതൊന്നും വീടുകളും അല്ലെങ്കിൽ ഫ്ലാറ്റാണ് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. വെറും ഷൂട്ടിങ്ങിന് വേണ്ടി ചിലപ്പോൾ ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷമോ ഒക്കെ നീളുന്ന ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മറ്റുമാണ് ഇവിടെയുള്ളത്. എന്നാലും വളരെ ഭംഗിയോടുകൂടിയും വൃത്തിയോടുകൂടിയും അവർ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പം നടക്കുന്നത് ബസ്സിൻ്റെ ആ ഒരു സ്ഥലത്തേക്കാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു എയർപോർട്ടിൻ്റെ ഉൾഭാഗമാണ്. അവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു എയർപോർട്ടാണത്. നിങ്ങൾ സങ്കല്പിക്കുക, ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ നടന്മാരും നടിമാരൊക്കെ ഇറങ്ങി വരുന്നതല്ല. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സിനിമ ഷൂട്ടിംഗ് പലതും നടന്ന സ്ഥലങ്ങളിലേക്കാണ് വീണ്ടും പോകുന്നത്. ഇവിടെ മഹാഭാരതം അല്ലെങ്കിൽ രാമായണം പോലെയുള്ള ചരിത്ര കഥകൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. എൻ്റെ മുന്നിൽ ധനുഷും ആദിഷും നടക്കുന്നു. പല കാഴ്ചകളെല്ലാം കണ്ട് ഇതാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്ന മഹാഭാരതം അല്ലെങ്കിൽ രാമായണം പോലുള്ള പുരാണ കഥകൾക്ക് വേണ്ടി സെറ്റ് വെച്ചിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ വെച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് ഇങ്ങനെ തലതിരിക്കുന്ന ശ്രീകൃഷ്ണനെയും എല്ലാം കാണാം നമുക്ക്. ഇതിൻ്റെ ഓരോ തൂണിൻ്റെ വർക്ക് പോലും നിങ്ങൾ നോക്കുക, അത്ര പെർഫെക്ഷനിലാണ് അവരത് ഒരുക്കി വെച്ചിരിക്കുന്നത്. പല ദേവന്മാരും ദേവിമാരും എല്ലാവരും നിരന്നിരിക്കുന്ന ഒരു സദസ്സ്. ശരിക്കും ഇവിടെ വന്ന് ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ സീരിയലിനോ എന്തിനു വേണമെങ്കിലും കൊടുത്താലും അത് കംപ്ലീറ്റ് അതിൻ്റെ വർക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം തീർത്തുകൊണ്ട്, ഒന്നിനും വേണ്ടി പുറത്തു പോകണ്ട, എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ തീർത്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ രാമോജി ഫിലിം സിറ്റി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ദൈനംദിനം നിരവധി ആളുകളാണ് വരുന്നത് ഈ കാഴ്ചകൾ കാണാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇതൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ട റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം, പക്ഷേ ഇവിടെ നമ്മളിത് കാണുമ്പോൾ അതൊരു പുതിയൊരു കൗതുകം നിറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മളിപ്പോൾ കയറുന്നത് ജയിലർ ഷൂട്ട് ചെയ്ത
സ്ഥലത്തിലേക്കാണ്. Karachi. ഇതൊരു ജയിലാണ്. ആ ജയിലിൻ്റെ ഉള്ളിലെ കാഴ്ചകളും മറ്റും. ഞങ്ങൾ നേരത്തെ നിന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൗതുകമായ കാര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തൃശ്ശൂർ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൃശ്ശൂരിൻ്റെയും കൂടി റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൗതുകമായിട്ട് തോന്നി. ഇതെല്ലാം ഇതൊരു ജയിലിൻ്റെ ഉള്ളിലെ കാഴ്ചകളെ പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പല സ്റ്റണ്ടും പല ബോംബേർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ എത്തിയിരിക്കുന്നത് ബാഹുബലി എന്ന് പറയുന്ന വലിയൊരു ഇതിഹാസ പടത്തിൻ്റെ ബ്രഹ്മാണ്ഡ പടം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള എന്തു പറയുക, ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ അഭിമാനമായ ആ സിനിമയുടെ സെറ്റിലേക്കാണ്. ആ സെറ്റ് അവർ ഇവിടുന്ന് മാറ്റി കൊണ്ടുപോയിട്ടില്ല, അതേപോലെ വെച്ചിരിക്കുന്നു, ആൾക്കാർക്ക് വന്ന് കാണാനുമെല്ലാം. അങ്ങനെ നമ്മൾ മഹിഷ്മതി കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പതുക്കെ കയറുകയാണ്. ഇതാണ് ആ കവാടം. ആ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. 2 ആനകൾ നിൽക്കുന്നു. അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. വൻ വലിയ ഒരു സെറ്റ് തന്നെയാണത്. ശരിക്കും കണ്ടാൽ വേറൊരു ലോകത്തെത്തിയൊരു അനുഭൂതി നമുക്ക് തോന്നും. ഏതോ ഒരു പുരാണ കാലത്ത് നമ്മളെത്തി, ടൈം ട്രാവലെല്ലാം ചെയ്ത് നമ്മൾ എത്തുന്ന ഒരു രീതി, നമുക്കങ്ങനെ ഒരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ തോന്നുന്നത്. രാജമൗലി എന്ന് പറഞ്ഞ മഹാനായൊരു ഡയറക്ടറിൻ്റെ ഒരു പ്രതിഭയാർന്ന സൃഷ്ടി അതായിരുന്നല്ലോ ബാഹുബലി. എൻ്റെ കൂടെ വീണ്ടും ധനുഷും ആദിഷും ഉണ്ട്. ഇപ്പോൾ ഞാനാണ് ഇവിടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടുത്തെ സെറ്റിൻ്റെ ഓരോരോ കാര്യങ്ങളാണ്. പലരും നിന്ന് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുക്കുന്നു. ഇവിടെ നിൽക്കുമ്പോഴും ആ ഒരു BGM, അതായത് മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൊടുത്തിട്ട് ആ ഒരു ഫീല് കൊണ്ടുവരാൻ ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇതാ ഒരു 5 കുതിരകൾ, 5 6 കുതിരകൾ നിരന്നു നിന്നുകൊണ്ട് തേര് വലിക്കുന്ന ആ ഒരു വലിയൊരു എന്താ പറയുക, ഈ മഹിഷ്മതി രാജകൊട്ടാരത്തിൻ്റെ ആ ഒരു വലിയ രൂപം, ഒരു വലിയ 6 കുതിരകൾ നിരന്ന് നിൽക്കുന്ന ഒരു ടാബ്ലോ പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ബാഹുബലി സിനിമയിൽ കണ്ടു തന്നെയാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണിക്കുന്നത്. ആണ് ബാഹുബലിയിലെ വില്ലൻ്റെ ഒരു വലിയ രൂപം വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി വേറൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ വലിയൊരു ഗാർഡനാണ് കാണുന്നത്. ഗാർഡൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചൊരു ഒരു പാട്ടോ മറ്റോ ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സിനിമയുടെ ഒരു സീനോ മറ്റോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് വരുന്നത്. വളരെ ഭംഗിയായിട്ടും വളരെ നന്നായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഗാർഡൻ. അവിടുന്ന് ഞങ്ങൾ നേരെ നടന്നെത്തുന്നത് ഒരു ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ഇതാ പൂമ്പാറ്റയുടെ വലിയൊരു പിക്ചർ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലും ഇതിൻ്റെ ഉള്ളിലൂടെ എല്ലാം പല പൂമ്പാറ്റകളും പാറിപ്പറന്നു പോകുന്നു. ഇതിൻ്റെ ഒരു ചെറിയൊരു രൂപരേഖയാണ് ഞാൻ ഇതിനു മുമ്പേ ഇട്ട സിംഗപ്പൂരിൻ്റെ എയർപോർട്ടിൽ ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ എത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെത്തുന്നത് ഇവിടെ പക്ഷികളുടെ ഒരു കേന്ദ്രത്തിലേക്കാണ്. എൻ്റെ കൂടെ ആദിഷും ധനുഷുമുണ്ട്. താറാവും മറ്റും പക്ഷി ഇനത്തിൽ വരുന്ന എല്ലാത്തിനെയും ഇവരിവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. ഇങ്ങനെ നടന്നു പോകുമ്പോൾ പല പല കൂടുകൾ, പല പല തത്തകളും മറ്റും പല പക്ഷികളും ഇവിടെ ഇങ്ങനെ കൂടുകളിൽ ഇരിക്കുന്ന കാണാം. ഒരു ചെറിയൊരു മിനി സൂ എന്ന രീതിയിലാണ് ഇവരിപ്പോൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പോരാത്തതിന് ചൂട് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റിയൊരു സ്പ്രേ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും. അത്യാവശ്യം നല്ല ചൂടായിരുന്നു ഞാൻ പോയ സമയത്ത്.
പലരും പക്ഷികളുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയി എത്തിയത് ചെറിയൊരു ബോട്ട് റൈഡ്. അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ പല രീതിയിലുള്ള ടാബ്ലോസും മറ്റും കാണാൻ പറ്റും. വളരെ കൗതുകമായൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ആ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കാഴ്ച. അതായത് ഇനി അടുത്ത നമ്മൾ പോകുന്നത് ഷൂട്ടിംഗ് എങ്ങനെയാണ് നടത്തുന്നത് അല്ല എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാഴ്ചയിലേക്കാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലഞ്ച് ചെറുതായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഗൈഡ് ഇനി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇനി നമ്മളാണ് ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടത്. എങ്കിലും നമ്മളോട് പറഞ്ഞു തന്നു ഇനി എന്തൊക്കെയാണ് ഷോ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഇനി നമ്മുടെ ഈ യാത്ര. ഇതെല്ലാം ഇവിടുത്തെ ഓരോരോ കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്ന അടുത്ത ഒരു ഷോയിലേക്കാണ്. ബാഹുബലിൻ്റെ തന്നെ ഒരു ഷോ. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.
ഇത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു ചെറിയൊരു സ്റ്റെൻഡ് ഷോന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കും ഒന്ന് പോകാം. നമ്മളങ്ങനെ ഷോസ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ പുറമേയുള്ള നമ്മുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പലർക്കും കളിക്കാനും ഉല്ലസിക്കാനുള്ള റൈഡും മറ്റുമുണ്ട്. കുട്ടികൾക്കൊക്കെ ഉല്ലസിക്കാനുള്ള റൈഡും എല്ലാം ഉണ്ട്. ഞങ്ങളതിൻ്റെ കാഴ്ചകളെല്ലാം ഇങ്ങനെ ഓരോന്നും കാണുകയാണ്. ഇത് പുറത്തുള്ള ഒരു ഷോ ആണ്. എല്ലാ പബ്ലിക്കിനും വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ. വൈകുന്നേരം ഒരു 6 മണി 6:45 ആകുമ്പോഴാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള അവസാന ബസ്. അങ്ങനെ ഞങ്ങൾ ആ ഷോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇത് ഞാൻ ആദ്യത്തെ ദിവസം കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ പാർക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടൽ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മുറി. 3 പേർക്കും കൂടിയുള്ള മുറിയാണ്. നല്ല വിസ്തൃതമുള്ള ബാത്റൂമും മറ്റുമാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്. ഇതാണ് ഞങ്ങളുടെ മുറി. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ ഒരു അവസാനം വെച്ചു. ഞങ്ങൾ ഉറക്കത്തിലേക്ക് പോയി.